ഹായ് എവ്രിവൺ. ഈ വീഡിയോയിൽ പ്യാസ കുവ എന്ന കവിതയുടെ സാരാംശമാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ പ്യാസ കുവ എന്ന കവിതയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൽ സാരാംശം പറയുന്നുണ്ടായിരുന്നില്ലേ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ സാരാംശം എടുത്ത് പറയുന്നത് കൊണ്ട് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാണ്. അപ്പം ഈ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ പ്യാസ കുവ എന്നുള്ള കവിതയുടെ എക്സ്പ്ലനേഷൻ്റെ വീഡിയോയും കൂടി ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ओके, अब നമുക്ക് സാരാംശം നോക്കാം. प्यासा कुआ कविता का सार. प्यासा कुआ कविता में कवि ज्ञानेंद्रपति पर्यावरण के प्रति अपने प्रेम और चिंता को प्रकट करते हैं. ഇപ്പൊ പ്യാസ കുവ എന്ന് പറഞ്ഞ ഈ ഒരു കവിതയിൽ കവിയായിട്ടുള്ള ജ്ഞാനേന്ദ്രപതി पर्यावरण के प्रति പരിസ്ഥിതിയെ പ്രതി തൻ്റെ ഇഷ്ടവും അതുപോലെ തന്നെ കൺസേൺ, ചിന്ത എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പേടികൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. കവി कहते हैं कि कुआं अनेक वर्षों से मानव और पशु पक्षियों की प्यास बुझाता रहा था. കവി പറയുന്നത് ഈ ഒരു കിണർ അനേകം വർഷങ്ങളായിട്ട് മനുഷ്യരുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ദാഹം മാറ്റിക്കൊണ്ട് വന്നിരുന്നതാണ്. ठीक से बता भी नहीं सकते कि कुआं कब से लेकर लोगों और जीव जंतुओं की प्यास बुझाता रहा था. അപ്പോൾ എത്ര വർഷമായി ശരിക്കും ഈ ഒരു കിണർ മനുഷ്യരുടെയും അതുപോലെ തന്നെ ഈ ജീവജാലങ്ങളുടെയും ദാഹം മാറ്റുന്നു എന്ന് കറക്റ്റായിട്ട് പറയാൻ പോലും പറ്റില്ല. लेकिन वही कुआं जब अचानक जल सतह तक बाल्टियों का उतरना बंद हुआ तब प्यास के बारे में जानने लगा. പ്യാസ് കെ ബാരെ മേ ജാനെ എന്നാവാൻ ചാൻസ് ഇല്ല, ജാനനെ എന്നാവാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. ലേക്കിൻ വഹി കുവ, പക്ഷെ അതേ കിണർ തന്നെ ജബ് അച്ചാനക് ജൽ സതഹ് തക് ബാൽട്ടിയോ കാ ഉത്തർന ബന്ദ് ഹുവ, എപ്പോഴാണോ ആ സത്തഹ് എന്ന് പറഞ്ഞ സർഫസ് എന്നാണ്, വാട്ടർ സർഫസിന്റെ അവിടേക്ക് ഈ ബക്കറ്റ് കൊണ്ട് പെട്ടെന്ന് നിന്നത്, തബ് പ്യാസ് കെ ബാരെ മേ ജാനേ ലഗ, അപ്പോഴാണ് ദാഹത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ദാഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അത്തഹ വ അബ് ഖുദ് പ്യാസ ഹെ എന്ന് വെച്ചാൽ കിണർ ഇപ്പോൾ സ്വയം ദാഹിച്ചിരിക്കുകയാണ്. ജബ് ലോഗ് കുവോं पर आश्रित थे तब ജൽ സ്തർ ബി ഠീക് ഥ. അപ്പോൾ ആളുകൾ എത്ര കാലം ഈ ഒരു കിണറിനെ ആശ്രയിച്ചിരുന്നു അതുവരെ അതിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉസ് സമയ ബാൽട്ടിയാ ഖാലി ആക്കർ ബദലേ മേ ഉത്തനാ ഹി പാനി ഭർക്കർ ഗയി ഥി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബക്കറ്റുകൾ വരുന്നു, നിറയുന്നു, എന്നിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. लेकिन कभी लोगों की प्यास बुझाने वाले कुएं के अस्तित्व पर वर्तमान में प्रश्न चिन्ह खड़ा हो गया है. പക്ഷേ ജനങ്ങളുടെ ദാഹം മാറ്റിക്കൊണ്ടിരുന്ന ആ ഒരു കിണറിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത്. വർത്തമാൻ എന്ന് വെച്ചാൽ പ്രസന്റ് കണ്ടീഷനിൽ അതിനെക്കുറിച്ച് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണുള്ളത് അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ. ആകെ കവി कहते हैं कि कुआं महीनों से प्यास को बुझाने के लिए तरस कर प्रतीक्षा करता रहा था. പക്ഷേ മുന്നോട്ടുള്ള വരികളിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു കിണർ മഹീനോ സെ പ്യാസ് കോ ബുझाने के लिए तरस कर പ്രതീക്ഷ करता रहा था. ഒരുപാട് മാസങ്ങളായിട്ട് ദാഹം ശമിപ്പിക്കാനായിട്ട് तरस कर പ്രതീക്ഷ करता रहा എന്ന് പറഞ്ഞാൽ ആളുകളുടെ ദാഹം മാറ്റാനായിട്ട് കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. ലേക്കിൻ ബാൽട്ടി തക് ബി നഹി ആയി, പക്ഷെ ഒരു ബക്കറ്റ് പോലും ആ കിണറിലേക്ക് വന്നില്ല. തബ് കബി ഏക് പ്ലാസ്റ്റിക് കി ഖാലി ബോത്തൽ ആക്കർ ഗിരി ഥി. ആ സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ വന്നിട്ട് ഈ വെള്ളത്തിൽ വീണിരുന്നു. കിസി അന്യമനസ്കിനെ പാനി പീക്കർ ഫാക്കി ഥി വ ബോത്തൽ. അത് അന്യമനസ്ക് എന്ന് വെച്ചാൽ കെയർലെസ് ആയിട്ടുള്ള ഒരാൾ വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞതാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ. ഖാലി ബോത്തൽ ആനെ വാലെ ഭയാനക് പാരിസ്ഥിതിക് സങ്കട് കാ സങ്കേത് ഹെ. അപ്പോൾ ഇനി മുന്നോട്ട് വരാനായിട്ട് പോകുന്ന ഭയാനകമായിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ പ്രോബ്ലത്തിന്റെ സങ്കേതാണ്, അതായത് ഇൻഡിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഹിന്റ് ആണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത്. ക്യൂങ്കി കുവേ കാ മിട്ട് ജാന ധർത്തി മേ പാനി കി കമി കോ വ്യക്ത കർത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിണർ
ഈ ഭൂമിയിൽ നിന്ന് പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കിണറിനെ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ഭൂമിയിലുള്ള ജലത്തിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. കുവേ കെ ലുപ്ത് ഹോനെ കാ ഓർ ഏക് കാരണം ഹാൻഡ് പമ്പ് കാ ആഗമൻ ഹെ. അപ്പൊ ഇത്തരം കിണറുകൾ ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നതിനുള്ള വേറൊരു കാരണം ഹാൻഡ് പമ്പുകൾ വന്നതാണ്. ഇസ്കെ കാരണം ലോഗോനെ കുവേ സെ പാനി ലേന ബന്ദ് കർ ദിയാ ഹെ. ഈ കാരണം കൊണ്ട് തന്നെ ആളുകൾ ഇപ്പം ഡയറക്റ്റ് കിണറിൽ നിന്ന് വെള്ളം എടുക്കാറില്ല. ക്യോങ്കി ഹാൻഡ് പമ്പ് സെ പാനി ലേന ആസാൻ ഹെ, ഉസ്കി ആവാസ് കുവോ കോ ചിടാത്തി ഹെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് പമ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, അതിന്റെ ആ ശബ്ദം കിണറുകളെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ലേക്കിൻ അബ് ഉസ്കി ആവാസ് ബി നഹി സുൻ പഡ്തി ഹെ. പക്ഷെ ഇപ്പൊ അതിന്റെ ശബ്ദവും കേൾക്കാനില്ല. ക്യോങ്കി ഏക് तो लोगों ने उससे भी पानी लेना बंद किया और दूसरा तो अब उसमें पानी के स्थान पर हवा ही निकलती है. പക്ഷെ ഇപ്പൊ ഹാൻഡ് പമ്പ് ആൾക്കാർ ഉപയോഗിക്കാറില്ല. കാരണം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ഹാൻഡ് പമ്പ് ഉപയോഗിച്ച ആളുകൾ വെള്ളം എടുക്കുന്നത് നിർത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പൊ അതില് വെള്ളം അല്ല എയർ ആണ് വരുന്നത് എന്നുള്ളതാണ്. ആകെ കവി കുവേ കി തത്കാലീൻ സ്ഥിതി കി ഓർ സംഗീത് കർത്തേ ഹെ. പിന്നെ മുന്നോട്ടുള്ള വരികളിൽ കവി ഈ ഒരു കിണറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് ഹിന്റ് ചെയ്യുന്നത്. അബ് കുവ ഏ ഗഹരാ സ കൂടാദാൻ ഹെ. ഇപ്പോ കുവ എന്ന് പറയുന്നത്, ഈ ഒരു കിണർ എന്ന് പറയുന്നത് ഗഹരാസ, ഗഹര എന്ന് വെച്ചാൽ ഡീപ്പായിട്ടുള്ള ആഴമുള്ള ഒരു കൂടാദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡസ്റ്റ്ബിൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഉസ്മേ പാനി കി ജഗ കൂട കച്ചറ ഹി ഹോത്താ ഹെ. അതിലിപ്പം വെള്ളത്തിന് പകരം എന്താണ്, വേസ്റ്റ് ആണുള്ളത്. അന്ത് മേ കവി വ്യാകുൽ ഹോക്കർ ഹംസെ कहते हैं कि अगर आपके पास 2 पल है तो चुपचाप उस ബൂഡേ കുവേ കെ പാസ് ഖഡേ ഹോ ജായിയെ. അവസാനം വ്യാകുലതയോട് കൂടിയിട്ട് കവി നമ്മളുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് സമയം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുപ്ചാപ്പ് ഒന്നും മിണ്ടാതെ കുച്ച് പൽക്കേലിയെ കുറച്ച് 1-2 സെക്കൻഡിന് വേണ്ടിയെങ്കിലും ഉസ് ബൂഡേ കുവേ കെ പാസ് ഖഡേ ഹോ ജായിയെ, ആ വയസ്സായ കിണറിന്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കുക. തബ് ആപ് ഉസ്കി പ്യാസ് എക് സിസ്കി കി തര സുൻ സക്തേ ഹെ. അപ്പോ നിങ്ങൾക്ക് ആ കിണറിന്റെ പ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാഹം, ഒരു സിസ്കി എന്ന് പറഞ്ഞാൽ ഏങ്ങലടിക്കുക, ഒരു ഏങ്ങൽ പോലെ ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റും. ആജ്കൽ കുവേ കി സ്ഥിതി ബഹുത് ശോചനീയ ഹെ. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കിണറുകളുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഇസ് പ്രകാർ കവി ആനെ വാലെ ഭയാനക് പാരിസ്ഥിതിക് സംകട്ട് കി ഓർ സംഗീത് കർത്തേ ഹെ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്രകാരം അദ്ദേഹം കവി വരാൻ പോകുന്ന ഒരു വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു സൂചന തരുന്നത് എന്നാണ് ഈ ഒരു കവിതയുടെ മൊത്തം ആശയമായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. മനുഷ്യര് ഈ കിണറുകളെ സമീപിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ട വെള്ളത്തിന് വേണ്ടിയിട്ടാണ്, ആ ജലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരുടെ ഈ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് കിണറും കാത്തിരിക്കാറുണ്ട്. കിണറിന്റെ ദാഹം എന്തിനു വേണ്ടിയിട്ടാണ്, വെള്ളത്തിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആളുകൾ വരാനും കിണറിനെ സമീപിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ് കിണറിന്റെ ദാഹം എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കിണറ്റിൽ അധികം വെള്ളമില്ലേ, ഇനിയിപ്പോ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും കിണറിന് ഒരു ദാഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദാഹം മാറുന്നില്ല, കാരണം ആളുകൾ അതിന്റെ അടുത്തോട്ട് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ കിണറുകളൊന്നും പ്രോപ്പറായിട്ട് ഉപയോഗിക്കാതെ അതിലൊക്കെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും പൊല്യൂഷൻ ഉണ്ടാക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.